ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് 20-ാം തീയതിയാണ്. കുഞ്ഞൂട്ടൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫോട്ടോയിൻ്റെ. അപ്പോൾ ഏകദേശം 7 മണിക്കാണ് റിസൾട്ട് എടുക്കുന്നത്. ഇപ്പോൾ സമയം 6:48. നമ്മളാണ് ഇപ്പോൾ 614 ലൈക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞൂട്ടൻ്റെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റാണിന്ന്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അവരെ കാണിച്ചു കൊടുക്കാം. എന്താ കാണിച്ചു തരാം. കുഞ്ഞൂട്ടാ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഇതാണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഫുഡും കഴിച്ച് കുഞ്ഞൂട്ടൻ്റെ വക ഫസ്റ്റ് അവൻ്റെ കണ്ടസ്റ്റാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ കുറച്ച് ഷെയറൊക്കെ ചെയ്തായിരുന്നു, ഇല്ലെന്നൊന്നുമല്ല. അപ്പോൾ അവൻ്റെ ഇതിൽ ഞങ്ങൾ അവൻ്റെ ഫസ്റ്റ് പൈസക്ക് പ്രൈസ് 1000 റുപ്യാണ്. അത് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ തൽക്കാലം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് അല്ലാതെ രീതിയിലുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഓൾറെഡി പറഞ്ഞ്. അതിനുവേണ്ടി പോവാണ്. ഓക്കെ, സൗദി ഷവായിലൊക്കെ വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വെച്ചു. സാധനങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ കടയിൽ തന്നെ വാങ്ങുന്നത്. അല്ല, കോഴിക്കോട് സ്വീറ്റ്സ്. ഇവിടുത്തെ ഷവായയും റൈസും ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ നമ്മളെ കാണിച്ചു തരാം കേട്ടോ. ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ ഇത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ. സമയം ആവുന്നേ ഉണ്ടായിട്ടുള്ളൂ. 7 മണിയൊക്കെ ആകുമ്പോഴേ ഇത് സ്റ്റാർട്ടാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഷവായ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കോഴിക്കോട് സ്വീറ്റ്സിൽ വന്നിട്ടാണല്ലോ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. പയ്യന്നൂരുള്ളതിൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ ബേക്കറി ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ കോഴിക്കോട് സ്വീറ്റ്സ്. നിങ്ങൾ ആരെങ്കിലും പയ്യന്നൂരുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ വന്നിട്ട്. നമ്മളാണെങ്കിൽ കുറേ സാധനം വാങ്ങാൻ നോക്കുന്നുണ്ട്. ചിപ്സൊക്കെ എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു മടിയില്ല. ഞങ്ങൾ അത് വാങ്ങൂല, ട്രൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു. നല്ല അവർ കസ്റ്റമേഴ്സിനോടുള്ള ഒരു പെരുമാറ്റമാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഗോതമ്പ് ഹൽവയും പിന്നെ കുറച്ച് ചിപ്സ് ഐറ്റംസൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി നേരെ സൗദി ഷവായിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓർഡറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായി. അവനങ്ങ് ഇഷ്ടമായിട്ടോ ഗൈസ്. ആശി എടുത്തിട്ട് കുഞ്ഞൂട്ടിന് നമ്മൾ പതിവ് പോലെ ഒരു സ്പൂണും ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് നമ്മൾ ഒതുക്കി അവനെ സൈഡാക്കി. അതുകൊണ്ട് അതിലേക്ക് പതിവ് പോലെ പാത്രത്തിൽ കാലി മയോണൈസ് ഇല്ല. ഞങ്ങളിതാ മയോണൈസ് വാങ്ങി. ഇത് പിന്നെ എന്താ ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ആശി ഇതേ കിട്ടുന്ന പ്രാപ്പിന് മൊത്തം എടുത്ത് ചാമ്പുന്നുണ്ട്. അവൾക്ക് വിശന്നിട്ട് വയ്യ. അവളെപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കൊടുക്കുന്നില്ലെന്നാ പരാതി. മോനെ താഴെ ഇടരുത്. കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച സ്പൂണാണ്. കണ്ട, അവനൊരു സ്പൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്പൂണിൽ എന്താണ് ഇതിന്റെ ഫുള്ള് ടേസ്റ്റ് സ്പൂണിലാണെന്നാണ് അവന്റെ വിചാരം. ഇത് കണ്ടില്ലേ? ഞങ്ങളിവിടെ സ്പ്രൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. സ്പ്രൈറ്റ് കിട്ടില്ല. ഇതെന്തോ ഒരു ജ്യൂസാണ്, രണ്ട് മിക്സായി എന്ന് പറഞ്ഞാൽ. പക്ഷെ വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ട്. ആണോ? ചക്കര ഇപ്പോഴും അതിൽ തന്നെ, ഒരു മാറ്റമില്ല. ആ ജ്യൂസ് ഇവിടുത്തെ ട്രിക്ക്. 2 മേടിച്ച് ഞങ്ങൾ പിന്നെ 2 മേടിച്ചു. കുഞ്ഞോട്ടൻ്റെ മറ്റേക്ക് വന്ന് കാശ് വന്ന് ആ സാധനം കണ്ടോ, കഴിക്കുമ്പോൾ ജയിച്ചു. അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ക്യാപ്ഷനിൽ ഇടുന്നുണ്ടാവും. അപ്പം ഫുഡിൻ്റെ പൈസയായി. പൈസ വന്നോ? പൈസ വന്നില്ല കാശ്. ഫോട്ടോ
ഞങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഇത് ഇടുന്നുണ്ടാവും. എന്റെ പൊന്നോ ആകെ സീനായി പോയി. മറ്റേ ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി 589 രൂപയായി. ഇതിന്റെ എനർജി ഡ്രിങ്ക് കൊള്ളാട്ടോ, സംഭവം സെറ്റ് സാധനമാണ്. അങ്ങനെ 2 പാഴ്സൽ വാങ്ങി. സാധനം ലാസ്റ്റ് പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് പേയ്മെന്റ് ആകുന്നില്ല. ഞാൻ എന്നിട്ട് ഫോൺ പേയും ATM മാറി മാറി ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. കുറേ നേരം നിന്ന് അവരോട് കാർഡുണ്ടോന്ന് ചോദിച്ചാൽ കാർഡില്ലാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് പണി പാളിന്ന്. പിന്നെ ഒന്ന് കുഴപ്പമുണ്ടായില്ല. തന്ന് അല്ലേ കൊടുത്തു ഞാൻ. ഓ കയ്യിൽ പൈസ ഇല്ലാണ്ട് പോരുന്നിട്ടോ ഈ ഗൂഗിൾ പേനെ വിശ്വസിച്ച് ചാമ്പി കളഞ്ഞ് നമ്മളിപ്പോൾ. ഗൈസ് ഞങ്ങളിപ്പോൾ തിരിച്ചതാ മാക്സ് ട്രെൻഡ്സിലേക്ക് വന്നതല്ല. സത്യം പറഞ്ഞ് ഞങ്ങളൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പെട്ടുപോയി. ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോഴത്തേന് കുഞ്ഞുട്ടൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി ഒന്ന് ഞെക്കിപ്പോയി. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ലാഭം പിന്നെയും കരച്ചിൽ നിർത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളിനി താഴേക്ക് പോകണം. ഞങ്ങളിതാ ഓ അവന്റെ കരച്ചിൽ പോകാൻ കാണാൻ ഒരു രസമില്ല. ഗൈസ് കണ്ടോ, അപ്പൊ നമ്മള് മാളില് വാങ്ങാൻ വന്ന സാധനമല്ല വാങ്ങിയത്. ഇവൻ കഴിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞി കളിപ്പാട്ടം വാങ്ങി. കാരണം ഇവന്റെ വാശിക്ക് നമുക്ക് വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നു. അല്ലടാ നോക്കിയപ്പോ കണ്ണു കുത്തി പോവാ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കണ്ണു കുത്താൻ പോകുന്ന പോലെ ഉണ്ട്. അത്ര കണ്ണിൻ്റെ അടുത്തൊന്നല്ല കേട്ടോ, അത് വീഡിയോയിൽ അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ നമ്മൾ വാങ്ങാൻ വന്ന സാധനം എന്തായാലും ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കി വന്നത്. പക്ഷെ ഒന്നുമില്ല. എല്ലാം നമ്മളെപ്പോഴും കാണുന്നത് തന്നെ വാച്ചസ്, പിന്നെ ചെറിയ ചെറിയ ഓരോ ലൈറ്റ് കത്തുന്നതൊക്കെ. വെറൈറ്റി ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പം നമ്മളിനി വീട്ടിൽ പോവാണല്ലേ കുഞ്ഞുട്ടാ? കുഞ്ഞു നോക്ക്, ചാച്ച കൊടുക്കുന്നുണ്ടോ? എന്നാ ഓക്കേ.